എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ലത. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ശർക്കര വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. നമ്മൾ ഈ ഓണക്കാലത്തൊക്കെ ഉപ്പേരിയും ശർക്കര വരട്ടിയും ഉണ്ടാക്കില്ലേ, ചിലർ ശർക്കര ഉപ്പേരി എന്നും പറയും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ ഓണക്കാലം ഒന്നും അല്ലല്ലോ, പക്ഷേ ഇവിടെ ഒരു ഏത്തക്കൊല പാകമായി വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിൽ നിന്നുള്ളത് കായെടുത്തിട്ട് നിങ്ങളെ ശർക്കര വരട്ടി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു ചെറിയ കുറച്ച് ഒരു 4-5 കായിന് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ എങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. കിച്ചണിലേക്ക് പോകാം, വരും. ഞാനൊരു 5 കായോളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊണ്ട് കളയലാണ് ആദ്യത്തെ പരിപാടി. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കറ കയ്യിലാവും തൊണ്ട് കളയുമ്പോൾ. അപ്പോൾ കാരണം ഇപ്പോൾ വെട്ടിയതേ ഉള്ളൂല്ലോ, ഇപ്പോൾ കൊല വെട്ടി കായ അടർത്തിയെടുത്തതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ചറ ഉണ്ടാവും ഭയങ്കരമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഈ കായിൻ്റെ തൊലി കളഞ്ഞ് നമ്മൾ വേറൊരു പാത്രത്തിൽ വെള്ളവും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് വെക്കണം. കണ്ടോ, ഇത് ഒരു അരമണിക്കൂർ ഇതിൽ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് കഴുകി വേറെ വെള്ളത്തിലേക്ക് മാറ്റാം. ഇനി വേറൊരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇത് നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഇട്ട് വയ്ക്കണം. എന്നിട്ട് വേണമെങ്കിൽ ഇനിയിപ്പോൾ കറയൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുണ്ടാവും. പിന്നെ അതിൽ നിന്ന് ഒന്ന് കഴുകിയെടുത്ത് ഒന്ന് തുടച്ച് നല്ലൊരു ടവൽ കൊണ്ട് തുടച്ച് വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ. ശർക്കര വരട്ടിക്ക് പാകത്തിന് അരിഞ്ഞെടുക്കണം. ഇനിയും ഇത് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ശർക്കര വരട്ടിയുടെ പാകം എന്ന് പറഞ്ഞാൽ ഒരിച്ചിരി കനത്തിൽ വേണം അരിയാൻ. അതായത് ഒരു 1/2 ഇഞ്ചിൽ താഴെ കനം വേണം എന്തായാലും. ഇത് ഇത്രയും തന്നെ വേണം. 1/2 ഇഞ്ചോളം കഷ്ടിയുണ്ട്. അങ്ങനെ കട്ട് ചെയ്ത് മുഴുവൻ കായും കട്ട് ചെയ്ത് വയ്ക്കണം. കായെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഇനി ഒരു ചുവട് കട്ടിയുള്ള ഞാനൊരു ഇൻഡാലിയത്തിൻ്റെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വെളിച്ചെണ്ണ 1 കിലോ വെളിച്ചെണ്ണയാണ്, 1 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഉരുളിയിലേക്ക് ഒഴിച്ചു, ഗ്യാസ് ഓൺ ചെയ്തു. വെളിച്ചെണ്ണ നല്ല പോലെ തിളച്ച് കഴിയുമ്പോൾ ഈ കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കണം. മുങ്ങിക്കിടക്കണം, നല്ല പോലെ ഈ വെളിച്ചെണ്ണയിൽ മുങ്ങിക്കിടക്കണം. ആദ്യമേ തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കട്ടെ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. സാധാരണ ഉപ്പേരി വറുത്തെടുക്കുന്നത് പോലെയല്ല, ശർക്കര വരട്ടിയുടെ കഷ്ണങ്ങൾ നല്ല പോലെ മൂക്കണം. അതായത് ഒരു 3/4 തൊട്ട് 1 മണിക്കൂർ വരെ ഇതിൽ കിടന്ന് പിന്നെ നമ്മൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചെങ്കിലും പിന്നീട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടും ഇരിക്കണം. ഇപ്പോൾ ഒരു 45 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നു. ഇതിപ്പോൾ ഒരു ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കഷ്ണം ഒന്ന് ഒടിച്ചു നോക്കി. അപ്പോൾ ഓൾമോസ്റ്റ് ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതേ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി എടുക്കുകയാണ്. ഇനി അത് എന്നിട്ട് കോരി മാറ്റി തണുക്കാൻ വയ്ക്കണം. ഇനി ശർക്കരപ്പാനിയൊക്കെ തയ്യാറാക്കി ചെയ്തത് ഞാൻ അടുത്ത ദിവസമാണ്. മറ്റേതൊക്കെ തണുക്കാനൊക്കെ വെച്ച് അടച്ചൊക്കെ വെച്ചിരുന്നു. പിറ്റേ ദിവസമാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതായത് ഞാനിവിടെ ഒരു 300 ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഒരു 5 കായിന് 300 ഗ്രാം ഒക്കെ മതിയാവും. പിന്നെ കൂടുതൽ മധുരം വേണം എന്നുള്ളത്, ഇത് പാകത്തിന് മധുരം ഉണ്ടാവും. കൂടുതൽ മധുരം വേണം എന്നുള്ളവർ ഒരു 350 ഗ്രാം ഒക്കെ വേണമെങ്കിൽ എടുക്കാം. 300 ഗ്രാം തന്നെ നല്ല പോലെ മധുരമുണ്ട്. എന്നിട്ട് ഒരു ചുവട് കട്ടിയുള്ളൊരു വലിയൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുൻപായിട്ട് ശർക്കര ഉരുക്കി ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ഉരുക്കിയെടുത്ത് അരിച്ചാണ് ഈ പാനിലേക്ക് ഒഴിക്കുന്നത്. ഇത് സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിൽ വച്ചാൽ മതി. ശർക്കരപ്പാനി ഇതിലേക്ക് ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ തിളച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട. ഒരു ചെറിയ സ്പൂൺ നെയ്യ് ചേർത്താൽ മതി. എന്നിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇത് ഏകദേശം ഇതിൻ്റെ പാവ് ശരിയായോ എന്ന് നോക്കണം. അതിന് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ആ ഡ്രോപ്പ് കലങ്ങാതെ ഇരുന്ന് കഴിഞ്ഞാൽ ശർക്കരപ്പാനി റെഡിയായി എന്നാണ്. കാരണം ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, പക്ഷെ അത്ര അങ്ങ് ആയിട്ടില്ല. അപ്പോൾ കുറച്ച് നേരവും കൂടി വേണ്ടി വരും. ഒരു മിനിറ്റും കൂടെ
ഒന്നിളക്കി കൊടുത്തു. ഇനി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് പാനി റെഡിയായി കഴിയുമ്പോൾ. ഇത് ശർക്കരയുടെ പാവ് കൂടിപ്പോകാനും പാടില്ല, കുറഞ്ഞു പോകാനും പാടില്ല. ഇതേ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ചെറുതെടുത്തിട്ട് കണ്ടോ, ആ ഒഴിക്കുന്ന ഡ്രോപ്പ് അതുപോലെ തന്നെ കിടക്കും, അങ്ങനെ കലങ്ങി പോകില്ല. അതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അല്ലെങ്കിൽ നമ്മൾ ഒരു നൂൽ പാകമൊക്കെ നോക്കണം, അതെനിക്ക് കറക്റ്റായിട്ട് വരില്ല. ശരി, അതുകൊണ്ട് ഞാൻ ഈ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എന്നിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് പാനി. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ വറുത്ത് തലേദിവസം വെച്ചിരുന്നല്ലോ, തണുപ്പിച്ചൊക്കെ വെച്ചിരുന്നല്ലോ, ആ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. ശർക്കര വരട്ടിയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇനി നല്ല പോലെ ഇളക്കി കൊടുക്കണം. ഇതിലാണ് കാര്യം ഇരിക്കുന്നത്. അതായത് ഈ ശർക്കരപ്പാനി ഇതിൻ്റെ പുറത്ത് നല്ല പോലെ കോട്ടിംഗ് ആയിട്ട് വരണം. അതിന് നല്ല പോലെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. ഒപ്പം തന്നെ ഞാൻ ചുക്കും ജീരകവും സമം എടുത്തിട്ടുണ്ടായിരുന്നു. ഓരോന്നും ഒരു 1/4 കപ്പ് വീതം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടും കൂടെ മിക്സ് ചെയ്താണ് വെച്ചത്. അത് ഇതിൽ ഇടയ്ക്ക് ഇട്ട് കൊടുക്കണം. അതായത് ഇത് ഡ്രൈ ആയി വരാനായിട്ടാണ്. കണ്ടോ, ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കണം. പാവ് ഈ ശർക്കര കൂടിപ്പോയാലും ഇത് കറക്റ്റായിട്ട് വരില്ല. പക്ഷെ ഇവിടെ കൂടിയിട്ടൊന്നുമില്ല, നമുക്ക് പതുക്കെ ഇളക്കി ഇത് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ്. ഇത് പഞ്ചസാര നമ്മൾ ഒരു 2-3 സ്പൂണ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇളക്കണം. ശരിക്കും പറഞ്ഞാൽ ഇത് വേറൊരാളും കൂടി ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അവർ ഇത് പൊടിയിട്ട് തരുമ്പോൾ നമുക്ക് ഒരാൾക്ക് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ പതുക്കെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ശർക്കരയുടെ ഇത് എല്ലായിടത്തും കോട്ടിങ് പിടിക്കുകയും ചെയ്യും കഷ്ണത്തുമ്മേ. പിന്നെ അതുപോലെ ഈ പൊടിയും പിടിക്കും. ഒപ്പം തന്നെ പഞ്ചസാരയും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊണ്ടിരിക്കണം. ഇപ്പം ഇതെല്ലാം കറക്റ്റായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. ഞാൻ എങ്ങനെ ശർക്കര വരട്ടി ഉണ്ടാക്കിയെന്ന് കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് സമയമൊക്കെ എടുക്കും. പക്ഷേ നല്ല പോലെ നമുക്ക് കിട്ടും. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല ശർക്കര വരട്ടിയായിരിക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ എൻ്റെ ശർക്കര വരട്ടി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല ക്രിസ്പിയാണ്, നല്ല ആവശ്യത്തിന് മധുരമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ എനിക്ക് വേണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.